പ്രിയ കൂട്ടുകാരെ, ബ്രാൻഡ് സോങ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ സോങ് സിനിമയായ ഇന്ന് സലാം കാക്ക് സ്വന്തം സാജിദ എന്ന പ്രൊജക്റ്റിലെ ആദ്യ ഗാനമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സോങ് സിനിമ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ, അതിലേറെ പ്രാർത്ഥനയോടെ. എന്തായി സലാംക്ക ഞാൻ പറഞ്ഞ കാര്യം? സാജിദ, നമുക്കൊരിക്കലും ഒരുമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? നിങ്ങളൊക്കെ വലിയ തറവാട്ടുകാരല്ലേ, ഞാനൊന്നും ഇല്ലാത്തവനും. പിന്നെങ്ങനാ ഒരു നാൾ മരിക്കുന്നു വിചാരിച്ച് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ വീട്ടുകാർക്ക് പണം ഉണ്ടെന്ന് കരുതി എനിക്ക് സലാം ഖാനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? സാജിദ, എന്താ സലാമ, എന്തു പറ്റി? സാജിദാനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നും നെഞ്ചിൻ്റെ അകത്ത് ഒരു നീറ്റല. എന്തിനാ പാക്ക് ഓർക്കുന്നേ? നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ. തെളിയുന്നിതാ പൂമുഖമെന്നിൽ, അറിയുന്നിതാ വിരഹവേദന, നിറയുന്നിതാ നിന്നോർമകൾ, അലയുന്നിതാ ഞാനേകന. അറിയുന്നുവോ നീ എന്നൊമ്പരം അകന്നിടുവാൻ വിധിയാണെന്നോ? തെളിയുന്നിതാ പൂമുഖമെന്നിൽ, അറിയുന്നിതാ വിരഹവേദന, ഓർക്കുന്നിതാ നിൻ വാക്കുകൾ, നിറയുന്നിതാ കൺപീലികൾ. അറിയുന്നുവോ നീ എൻ കൽബകം അകന്നിടുവാൻ വിധിയാണെന്നോ? വല്ല പണിക്കും പോയിക്കൂടെ? ഈ ടെലസ്കോപ്പും തോളിട്ട് നടക്കണേ. നിങ്ങൾ ഏതായാലും പഠിച്ചില്ല, ഞാനെങ്കിലും ഒന്ന് പഠിച്ച് രക്ഷപ്പെട്ടോട്ടെ. ആദ്യമായി കാണുന്ന നേരം പുഞ്ചിരി തൂകി ഞാനെൻ വഴിയേ, ആതിര പോലെന്റെ നെഞ്ചിൽ ചേലോടെ നീ അന്നുണരും കാലം. ഇഷ്ടമെന്നൊരു വാക്ക് ചൊല്ലാൻ നിൻചാരത്തന്നും നിന്നതല്ലേ, മധുരത്തിൽ തീർത്ത സ്നേഹം പകരാൻ ഞാനന്നും വന്നതല്ലേ. എന്നാലും നീ എന്നെ അറിയാഞ്ഞതെന്തേ? ഇഷ്ടം തന്നെങ്കിലും നീ മറഞ്ഞെന്തേ? കയ്യെത്തും ദൂരത്തെ സ്നേഹത്തിൻ മുല്ലേ, ഒന്നും പറയാതെ നീ മാഞ്ഞു പോകെന്തേ? തെളിയുന്നിതാ. എന്തിനാ സ്കൂളിൽ കൂടുന്നത്? എന്താടാ പ്രശ്നം? ഈ ലെറ്റർ അവൾക്ക് വന്നാണ്. എന്താണ്? ഞാൻ ചോദിച്ചു. അവളെ വിളിക്ക്. എന്താണിത്? എന്തൊക്കെയാ കാണുന്നത്? എന്തിനാണ് സ്കൂളിൽ കൂടുന്നെന്ന് പറയും. ആരാടി ഈ കത്തയച്ചെന്ന് പറയും. കേറിപ്പാടി അകത്തേക്ക്. അവളൊരു പ്രേമം. ആരാടാ സലാമ്? വിളിക്കണവനെ, വിളിക്ക്. ഈ കൂര കിടക്കണ നീയാണ്ടാ എന്തൊക്കെ പെങ്ങളെ പ്രേമിക്കാൻ നടക്കണേ? എടാ, ഓരോരുത്തരുടെ നിലയും വിലയും അനുസരിച്ച് പ്രേമിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ. ഇരുളാകും ഹൃദയത്തിൽ തിരിനാളമായി നീ തന്നെഴുതിയ
സാജിദയുടെ ആങ്ങളെയല്ലേ? അതെ. എനിക്ക് സാജിദയെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അവളെ നിക്കാഹ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടി വരാം. ഇൻഷാ അല്ലാ. വേർപാടിൻ നിമിഷം തകർന്നു എൻ ഹൃദയം. ഹംസങ്ങളില്ലാരോ ചെയ്തൊരു ചതിയിൽ ആരോടും പറയാതെ അടക്കി പിടിച്ചു. കണ്ണീരിൻ നനവിൽ പോയി മറഞ്ഞു കാലം. അരുതേ എന്നൊരു വാക്ക് മൊഴിയാഞ്ഞതെന്തേ? അകലെ നീ മറുജന്മം തേടിയതെന്തേ? അറിയില്ലെനിക്കിന്ന് എന്തിനീ ചൊല്ലാൻ, കഴിയില്ലെനിക്കിന്നും എന്തിനീ പാടാൻ. തെളിയുന്നിതാ പൂമുഖമെന്നിൽ, അറിയുന്നിതാ വിരഹവേദന നിറയുന്നു. ഡോക്ടറെ, സലാമിനെ പഴയകാല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ശ്രമിക്കാം. ആളെപ്പോഴും ഇമോഷണലായി പോവാണ്. ഒന്നിലും ആൾക്കൊരു കോൺഫിഡൻ്റ് ഇല്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. അകന്നിടുവാൻ വിധിയാണെന്നോ തെളിയുന്നിതാ പൂമുഖമെന്നിൽ, അറിയുന്നിതാ വിരഹവേദന. ഓർക്കുന്നിതാ നിൻ വാക്കുകൾ, നിറയുന്നിതാ കൺപീലികൾ. അറിയുന്നുവോ നീ എൻ കൽബകം അകന്നിടുവാൻ വിധിയാണെന്നോ? സലാം കാ, സലാം കാ, ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. അതിനെനിക്ക് കഴിയയില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. അതിനെനിക്കൊരു മോളെയും തന്ന് അവളുടെ ഉപ്പ എന്നേക്കുമായി യാത്രയായി. ഇനിയുള്ള കാലെങ്കിലും സലാംകയുടെ കൂടെ കഴിയാൻ എനിക്ക് സമ്മതം തരണം. ഇല്ല സാജിദ, നല്ല കാലത്ത് എനിക്കതിനുള്ള ഭാഗ്യമുണ്ടായില്ല. ഇന്ന് ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാത്തിനും എനിക്ക് മാപ്പ് തരണം. എന്റെ മോളെ ഓർത്തെങ്കിലും, ഇല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സ്വസ്ഥത കിട്ടില്ല. സലാംകാ, ഉപ്പ